ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ആലു പാലക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന അതേ രുചിയിൽ നമുക്ക് ഇങ്ങനെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് പാലക് ചീരയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി ഒന്ന് അരിഞ്ഞെടുക്കണം. ഞാനിവിടെ ഒരു ചെറിയ കെട്ട് ചീരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കുറയണ്ട. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് സമയമൊന്നും തിളപ്പിച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം മാത്രം ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് വെന്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം നമ്മളിതൊന്ന് ഈ ഇല ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ജീരകം എന്ന് പറഞ്ഞാൽ നമ്മൾ കറിക്കൊക്കെ ഇടുന്ന നല്ല ജീരകമാണ്. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാളയാണ് കേട്ടോ. വലുതാണെന്നുണ്ടെങ്കിൽ ഒന്ന് മുഴുവൻ എടുക്കണ്ട, ഒരു മീഡിയം സൈസ് സവാള എടുത്താൽ മതി. ഇനി ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചതച്ചിട്ടുള്ളൂ, ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് ആക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ പേസ്റ്റ് ആക്കിയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണാണ് കേട്ടോ, 1 ടേബിൾ സ്പൂൺ അല്ല. ഇനി മസാലയൊക്കെ നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാലയുടെ ആ ഒരു പച്ചമണക്ക് മാറി വരുന്ന സമയത്ത് നമ്മൾക്കിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ഒരുപാട് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് തൈരിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളിയാണ് വീട്ടിലുള്ളത് എന്നുണ്ടെങ്കിൽ തക്കാളി ചേർത്തിട്ട് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ തക്കാളിനേക്കാളും നല്ല ടേസ്റ്റ് തൈര് ചേർക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ തൈരുണ്ടെങ്കിൽ തൈര് തന്നെ ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 വലിയ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 2 ഉരുളക്കിഴങ്ങ് എന്നുള്ളത് 3 ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ 1 വലുതാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് നല്ല പോലെ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നമുക്ക് തിളച്ച് വരുന്ന സമയത്ത് നോക്കിയിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഉരുളക്കിഴങ്ങൊന്ന് വേവാനുള്ളൊരു സമയം കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം കൂടെ നമുക്ക് ചെറിയ തീ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞ് പോകണ്ട കേട്ടോ, കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കണം. അതിന് വേണ്ടിയിട്ട് ഒരുപാട് അങ്ങോട്ട് വേവിച്ചെടുക്കരുത്. അപ്പോൾ ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. മസാലപ്പൊടികൾ ചേർത്ത സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ അവസാനം ചേർക്കുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പാലക്കിൻ്റെ ഇല ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്തിട്ട് അരക്കണ്ട, കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇല കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ചീര കഴിക്കാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് അളവൊന്നും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ അങ്ങോട്ട് കഴിച്ചു പോയിക്കോളും കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ കൂടുതലായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കുക. ഇനി ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുരുമുളകും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആലു പാലക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ചീസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.